വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ ഇന്ന് ഗുരുവായൂർ പോവാണ് വിത്ത് മൈ ഫാമിലി. അപ്പോൾ ഐ തോട്ട് ഓഫ് ടേക്കിംഗ് എ സ്മോൾ വ്ളോഗ്, വാട്ട് ഐ ഹാവ് ടു സേ ഷെയർ. അപ്പോൾ ഇന്ന് 2026 ജൂൺ 12 ഇന്ന് പോയിട്ട് നാളെ തന്നെ വരും. സോ ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഗുരുവായൂരെത്തിയിട്ട് കാണാം. അങ്ങനെ ഓട്ടോയിലൊക്കെ കയറി നമ്മളിങ്ങനെ കൊയിലാണ്ടിലേക്ക് പോയിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഏകദേശം കൊയിലാണ്ടി എത്താനായി. അപ്പം ഞാനിങ്ങനെ ഓട്ടോയിലിരുന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് അച്ഛനും അമ്മയ്ക്കും മനസ്സിലായിട്ടില്ല ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന്. പിന്നെ ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത്. അപ്പോൾ ചിരിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിലെത്തി. മുത്തിനെയും ശ്രീമോളെയും കണ്ടു. മുത്തിനെയും ശ്രീമോളെ ഞാൻ മാറ്റാൻ എന്ന് പറഞ്ഞിട്ട് കളിയാക്കിയ തമിഴ് മൂവിയിൽ. അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 2ലേക്ക് ലിഫ്റ്റൊക്കെ കയറി ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ശ്രീമോള് പേടിച്ചിട്ടാണ് വീഡിയോയിലൊന്നും വരാത്ത. ലേശ സ്ഥലം എന്തായിരിക്കേ 158 ആൾക്കാർ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ട്. എല്ലാവരോടും നന്ദി. ഒന്ന് ഞാനായില്ല. താങ്ക് യു സോ മച്ച് എവ്രി വൺ. ഇങ്ങനെ എനിക്ക് വളരാൻ പറ്റും. ശ്രീമോളെ ഫോണിൻ്റെ കവറ് നല്ല രസമല്ലേ? ഇപ്പോൾ എവിടേക്കോ നിപ്പ ഉള്ളതുകൊണ്ട് മാസ്ക് ഇട്ടിട്ട് എല്ലാവരും ഉള്ള. അച്ഛനും അമ്മയും അപ്പുറത്ത് ഉണ്ട്. സൂം ആവുന്നില്ല. ട്രെയിൻ വരട്ടെ. അങ്ങനെ ഇത് വേറെ ഏതോ ട്രെയിനാണ് കേട്ടോ. നമ്മൾ ട്രെയിൻ വരുമ്പോൾ എനിക്കിങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. തിരക്കിൽ കയറുന്ന സമയത്ത് ഇത് വേറെ ട്രെയിനാണ്. ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പോകുന്നൊരു ജേണി അത്. അപ്പോൾ എനിക്കിത് കുറച്ച് സ്പെഷ്യലാണ്. അല്ലാണ്ട് ഞാൻ എവിടെ പോവുകയാണെങ്കിലും വേറെ ആരെങ്കിലുമൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഒന്നെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ബുക്ക് ചെയ്യും. എനിക്ക് കാണുന്നില്ല ഗ്ലെയർ അടിച്ചിട്ട്. ഒന്നെങ്കിൽ വേറെ ആരെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്യും, ഇല്ലയെന്നുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യും. അപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു സ്വന്തമായിട്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പോകണം. അപ്പോൾ ഗുരുവായൂർ പോകുന്ന സമയത്ത് ഞാൻ IRCTCയിലൊക്കെ ലോഗിൻ ചെയ്ത് ബുക്ക് ചെയ്ത്. അപ്പോൾ ഈ ജേണി എനിക്ക് ആ രീതിയിൽ കുറച്ച് സ്പെഷ്യലാണ്. അപ്പോൾ ഇവിടെ മുത്തും ശ്രീമോളും ഉണ്ട്. ശ്രീമോള് ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഇവർക്കൊന്നും ഉറക്ക് ശരിയായിട്ടില്ല. അച്ഛനും അമ്മയും അപ്പുറത്തുണ്ട്. ഇനി ഞങ്ങൾക്ക് ദേവസ്വത്തിൽ റൂം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അതവിടെ പോയാൽ മാത്രമേ കിട്ടിയിട്ടുണ്ടോ ഇല്ലയെന്ന് മനസ്സിലാവുള്ളൂ. ഓൺലൈനിൽ ദേവസ്വത്തിൻ്റെ റൂം ഒന്നും തന്നെ അവൈലബിൾ അല്ല. അങ്ങനെ നമ്മൾ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അതിൻ്റെ തൊട്ടടുത്തിട്ടുള്ള ബസ് സ്റ്റാൻഡിലേക്ക് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ആക്ച്വലി കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. നമുക്ക് ദേവസ്വത്തിൽ അവിടെ റൂം നമ്മളവിടെ പോയി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ആംബിയൻസ് ഒക്കെയാണ് കേട്ടോ കാണാൻ. അപ്പം നമ്മൾ രാത്രി ജസ്റ്റ് റൂമിൽ നിന്ന് പുറത്തേക്ക് അമ്പലത്തിലേക്ക് ദർശനത്തിന് പോകുന്നൊരു ക്ലിപ്പ് മാത്രമേ ആ ദിവസത്തെ എടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ നെക്സ്റ്റ് ഡേ ഉള്ള വിഷ്വൽസാണ്. ഇപ്പം നമ്മൾ രാവിലെ അച്ഛനും അമ്മയും ദർശനത്തിന് പോയി. രാവിലെ ഒരു പുലർച്ചെ ഞങ്ങൾ കുറച്ച് ഉറങ്ങിയതിൻ്റെ ശേഷമാണ് റെഡി ആയത്. ഇപ്പം ഇന്നലെ ഉറങ്ങാൻ ലേറ്റായി. ദർശനത്തിന് ഇന്നലെ 3.5 മണിക്കൂറിൻ്റെ അടുത്ത് ലൈൻ നിന്നിട്ടാണ് ദർശനം കിട്ടിയത്. അപ്പം അതുകൊണ്ട് രാവിലത്തേത് എണീറ്റ് പോകാൻ എനിക്ക് മുത്തിന് ശ്രീമോക്കൊന്നും പറ്റിയില്ല. അപ്പം ഞാനിപ്പോൾ ആക്ച്വലി ഒരു സ്റ്റോറി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഒരു 2013 ആയ സമയത്ത്
ഞാൻ, മുത്തും, ശ്രീമോളും, സ്മിതമേമ, അച്ഛനമ്മ, അമ്മമ്മ ഇങ്ങനെ ഗുരുവായൂർ വന്നു. അപ്പോൾ ഞാനന്ന് സെറ്റ് സാരി കൊടുത്തത്. ഇവർ 2 ആൾക്കാരും പാവാടയും ബ്ലൗസും. അപ്പോൾ നമ്മളിങ്ങനെ ഈ പുഴേൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുക. പുഴയല്ല, അത് കുളത്തിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുക. അന്നപ്പോൾ ഞാൻ ഭയങ്കര ഒരു നന്ദനം സിനിമേൻ്റെ ഫാനാണ് ചെറുപ്പം മുതലേ. അപ്പോൾ ഇത് ഞാൻ കുറേ ആൾക്കാരോട് പറഞ്ഞതാണ്. ഇത് കാണുന്ന ആൾക്കാരിൽ എല്ലാവർക്കും ഒന്നും ഇത് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പോൾ നന്ദനം കണ്ടിട്ട് നവ്യ നായർ കല്യാണത്തിന് സെറ്റ് സാരി ഉടുത്തിട്ട് ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടിങ്ങനെ ഓടിപ്പോകുന്നൊരു സീനില്ലേ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിലേ ഓടട്ടെ എന്ന് ചോദിച്ചു. ഇവർ 2 ആൾക്കാർ ചിരിച്ചിട്ട് ആ കോമഡിയാണ്, ഇപ്പം നവ്യ നായരും കൂടെ ഇതിലേ പോകണമെന്ന് പറഞ്ഞു. മുത്തുശ്രീമോൾ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ ആളിങ്ങനെ പാസ് ചെയ്ത് പോയി. അപ്പോൾ പാസ് ചെയ്ത് പോയപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചില്ല. അപ്പോൾ വെറുതെ തിരിഞ്ഞ് നോക്കിയപ്പോൾ നവ്യ നായർ തന്നെയാണ് നടന്നു പോയത്. അപ്പോൾ അത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ തിരിഞ്ഞ് നോക്കിയപ്പോൾ ഫേസ് കണ്ടപ്പോൾ ഉറപ്പായി. പക്ഷെ പെട്ടെന്നൊരു അപ്പിയറൻസിൽ നവ്യ നായരെ പോലെ ഇല്ല, മേക്കപ്പും അങ്ങനെ നല്ലൊരു നോർമൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അത് ഗുരുവായൂർ എന്ത് കഥ പറയുന്ന സമയത്തും നമ്മൾ ഫസ്റ്റ് പറയുന്നൊരു സ്റ്റോറിയാണത്. അപ്പം അത് എനിക്കിപ്പോൾ എന്താ പറയുക ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അവർ ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതാണ് ഞാൻ പുറത്ത് വന്നിട്ട് ഈ സ്റ്റോറി എല്ലാവരുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. സോ വേറെ എന്തെങ്കിലും ഞാൻ ക്ലിപ്സ് എടുക്കുകയാണെങ്കിൽ ഞാനിതിൽ ആഡ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് ദർശനത്തിന് പോയി. ഇതാണ് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറയുന്ന ക്യൂ. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുള്ളത് ദേവസ്വത്തിൻ്റെ. അപ്പോൾ ഇവിടെ തന്നെ ഒരു പ്യുവർ വെജ് റെസ്റ്റോറൻ്റ് ഉണ്ട്. പറയാണ്ടിരിക്കാൻ വയ്യ, നല്ല ടേസ്റ്റും നല്ല അടിപൊളി ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റാണ്. നല്ല ടേസ്റ്റും ഒക്കെയാണ്. ഞാൻ അവിടുത്തെ ഫുഡിൽ ഭയങ്കര കംഫർട്ടബിളാണ്. ഇത് അവിടെ ആ എൻഡിൽ കാണുന്നതാണ് ആ ഒരു റെസ്റ്റോറൻറ്റ്. അവിടെ ഞങ്ങൾ രാത്രി അവിടെ തന്നെയാണ് ഫുഡ് കഴിച്ചത്. അതേപോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അവിടെ നിന്ന് തന്നെയാണ് കഴിച്ചത്. അത്യാവശ്യം എന്താ പറയുക, ഞാൻ ഇംപ്രസ്ഡാണ് ഇവിടുത്തെ ഒരു കംപ്ലീറ്റ് അറ്റ്മോസ്ഫിയറിലും സ്റ്റാഫിൻ്റെയൊക്കെ പെരുമാറ്റമൊക്കെ ആണെങ്കിലും അതൊക്കെ നല്ലതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇവിടുത്തെ തിരക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അമ്പലത്തിൻ്റെ ഉള്ളിൽ എത്രത്തോളം തിരക്കുണ്ട്. ഈ ഒരു സമയത്ത് അച്ഛനും അമ്മയും മിസ്സിങ് ആണ്. മിസ്സിങ് ഇൻ ദ സെൻസ് ഫോണില്ലാത്തതിനെ കൊണ്ട് ഇവർ ദർശനം കഴിഞ്ഞ് വന്നോ പോയോ അങ്ങനെയൊന്നും മനസ്സിലാവാണ്ട് ഒരു ടെൻഷൻ അടിച്ചിട്ട് ഇരിക്കുന്ന സംഭവം. കാരണം നമ്മളെ കയ്യിലാണ് കീ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഈ സറൗണ്ടിങ്സ് കൂടെയൊക്കെ ഒന്നും കൂടെ നടന്നൊക്കെ വന്നു. ഹായ്, സോ ഞാൻ ഇവിടെ നിന്നിട്ടുള്ള റൂമിൻ്റെ ഒരു ഇത് പറയാൻ വേണ്ടിയിട്ടോ വന്നേ. നമ്മൾ ദേവസ്വത്തിൻ്റെ റൂമാണ് എടുത്തിട്ടുള്ളത്. 5 ആൾക്കാരാണ് വന്നത്. അപ്പോൾ 5 ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നത് 1490 ആണ് നമ്മൾ പേ ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. ബാക്കിയുള്ള ഹോട്ടൽസൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി ചീപ്പറാണ്. അപ്പോൾ അതിൻ്റെ ഒരു സെറ്റപ്പ് എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം ഞാൻ പറഞ്ഞതാണ്. ഇതറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ പറയുന്നതെന്ന് ചിന്തിക്കേണ്ട. ഇതറിയാത്ത ആരും ഒരാളുണ്ടാവും ഇത് കാണുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സ്റ്റെപ്പ് കയറി കാണിച്ച് കിതയ്ക്കുന്നു. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ ഞാൻ വായിച്ചത് എന്താണെന്ന് വെച്ചാൽ കാണുന്നില്ല, അതായത് 15 ദിവസം മുന്നേ നമ്മൾ വരുന്നതിൻ്റെ 15 ദിവസം മുന്നേ ബുക്ക് ചെയ്യണം. അങ്ങനെ ഞാൻ കണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് വരാം. ഇവിടെ വന്ന് ബുക്ക് ചെയ്യുമ്പോൾ ഒരു ചടങ്ങാണ്, ലൈൻ നിന്ന് അങ്ങനെ. അപ്പോൾ ഓൺലൈനിൽ ദേവസ്വത്തിൻ്റെ സൈറ്റിൽ കയറിയിട്ട് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അതൊരു നല്ല ഓപ്ഷനായിരിക്കും. കുറേ ആൾക്കാരൊക്കെ ആയിട്ട് വരുമ്പോൾ അത് അഫോർഡബിൾ ആയിട്ടൊക്കെ തോന്നും. വൃത്തിക്കും കാര്യങ്ങൾക്കൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ 1490 പൈസ. പക്ഷെ നമ്മളൊരു 500 അവിടെ കൊടുക്കണം. അത് നമ്മൾ ചെക്കൗട്ട് ചെയ്യുമ്പോൾ തരുള്ളൂ. ചിലപ്പോൾ ഇവിടെ എന്തെങ്കിലും നാശനഷ്ടം വരുത്തിയാൽ അത് കോമ്പൻസേറ്റ് ചെയ്യാനായിരിക്കും. ഓക്കെ, നമ്മൾ ഇവിടെയാണ് ഡോറ്. ഈ ഡോറ് തുറന്നിട്ട് നേരെ വരുന്ന സമയത്ത് എൻ്റെ നേരെ ഫ്രണ്ടിലാണ് ഇവിടെ ബാത്റൂം വരുന്നത്.
ഇവിടെ ഒരു മിറർ ലൈറ്റൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പാണുള്ളത്. പിന്നെ ബെഡ്, ഇവിടെ ഒരു ടീപ്പോയ് അങ്ങനെ കാണിച്ചു തരാൻ പറ്റും. കുറേ സാധനമുണ്ട്. അതേപോലെ ഇവിടെ കുറച്ച് ലഗേജൊക്കെ വെക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. അത് ഞാൻ കാണിക്കുന്നില്ല. ഇത്ര വലിയൊരു അലമാര ഉണ്ടാവും വിത്ത് മിറർ. പിന്നെ 2 ചെയറുണ്ട്. പിന്നെ ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട് 2 ചെയറുണ്ട്. പിന്നെ ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട് 3 വെള്ളത്തിൻ്റെ ബോട്ടിൽ, എനിക്ക് തോന്നുന്നു 10ൻ്റെ ആണോ അത് 20ൻ്റെ ആണോ, 3 എണ്ണം കിട്ടും. ഇതാണ് ബെഡ് വരുന്നത്. ഈ ബെഡ്ഷീറ്റൊന്നും ഇങ്ങനെയല്ല കേട്ടോ, കുറച്ചുകൂടെ വൃത്തിയിലായിരുന്നു. ഇത് കിടന്നിട്ട് ഇങ്ങനെ ആയിപ്പോയതാ. അപ്പം അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. അപ്പോൾ ഫാമിലിക്കായിട്ട് ആരെങ്കിലും ഗുരുവായൂരേക്ക് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ബാത്റൂമും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ബാത്റൂമും വൃത്തിയൊക്കെ ഉണ്ട്. പിന്നെന്താ, ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണെന്ന് തോന്നുന്നു, ഭയങ്കര തിരക്കാണ്. ഈ ബാക്കത്തെ നടയില്ലേ, ഈ ആനേനെയൊക്കെ കാണുന്ന ബിൽഡിങ്ങിൻ്റെ നേരെ മുന്നിൽ കാണുന്ന നട, അവിടെ ഇങ്ങനെയല്ല ലൈൻ. ഞങ്ങൾ ഇന്നലെ പോയ സമയത്ത് അത്രയൊന്നും ലൈൻ നിൽക്കേണ്ടി വന്നിട്ടില്ല. ഈ മറ്റേ എങ്ങനെയാ പറഞ്ഞുതരാം, ലൈൻ വളരെ കുറവാണ്. പക്ഷെ ഇപ്പോൾ ഈ ഒരു സമയത്ത് പോകുന്ന സമയത്തും ഭയങ്കര ഇങ്ങനെ ലൈനാണ്. അത്ര ആൾക്കാരുണ്ട് മുന്നത്തെ നടയിലും ബാക്കത്തെ നടയിലും. പിന്നെ ഡാൻസൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല രസമാണ്. അപ്പോൾ യെസ്, ഇതിൽ അങ്ങനെ ഭയങ്കര ഇൻഫോർമേറ്റീവ് കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. എന്നാലും എന്താ പറയുക, നല്ലതാണ് ഇങ്ങനെ ഫാമിലീൻ്റെ കൂടെ, ഫ്രണ്ട്സിൻ്റെ കൂടെ, കസിൻസിൻ്റെ കൂടെ ഒക്കെ ഇങ്ങനെ വരുമ്പോൾ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ദിസ് വീഡിയോ. ഇനി ഞാൻ തിരിച്ച് ട്രെയിനിൽ പോകുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം. ഈ ഒരു ഗുരുവായൂർ ജേർണിയിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, ഗുരുവായൂർ ആരെങ്കിലും വരുന്നുണ്ട് ഇങ്ങനെ റൂംസിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നന്നാവുക. മറ്റുള്ള റൂംസിനൊക്കെ ഈ ഇത്ര ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാനൊക്കെ 4000 അത്രയൊക്കെ വരുന്നുണ്ട്. 5 ആൾക്കാരാകുമ്പോൾ അങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇത്ര പൈസയെ ഉണ്ടാവുന്നുള്ളൂ. ബുക്കിങ്ങും ഇങ്ങനെയൊക്കെയാണ്. അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. 4000 അത്രയൊക്കെ വരുന്നുണ്ട്. 5 ആൾക്കാരാകുമ്പോൾ അങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇത്ര പൈസയെ ഉണ്ടാവുന്നുള്ളൂ. ബുക്കിങ്ങും ഇങ്ങനെയൊക്കെയാണ്. അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. കംഫർട്ടബിളായിട്ട് ശരിക്കും ഇവിടെ 8 ആൾക്കാർക്കൊക്കെ കിടക്കാം. 2 ചെയറുണ്ട്. അത്യാവശ്യം നല്ലതാണ്. സോ ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ഗുരുവായൂർ വരാൻ ഇനി പോകുന്ന ആൾക്കാർ അങ്ങനെ എന്തുണ്ടെങ്കിൽ മുൻപേ ഇവിടെ ബുക്ക് ചെയ്തിടുന്നത് നല്ലതാണ്. അപ്പം തന്നെ പേ ചെയ്യണമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഓൺലൈനിലല്ല ബുക്ക് ചെയ്തത്. സോ ഗുരുവായൂർ ഇന്ന് നല്ല തിരക്കാണ്. ഇന്ന് നമ്മൾ ദർശനത്തിന് പോയിട്ടില്ല. അച്ഛനും അമ്മയാണ് പോയത്. അച്ഛൻ്റെ അമ്മേൻ്റെ ഒരു വിവരമില്ല. അപ്പോൾ ഞാൻ റൂമിൽ അച്ഛനെ അമ്മേനെ വെയിറ്റ് ചെയ്യുക. കാരണം കീ ഇവിടെ എവിടെയും കൊടുത്തിട്ട് പോകാനും പറ്റില്ല, ഫോൺ എടുത്തിട്ട് പോകാനും പറ്റില്ല. സോ ദാറ്റ്സ് ദ തിങ്, ദാറ്റ്സ് ദാറ്റ്. അപ്പോൾ ഇനി പോകുന്ന വഴിയിൽ എന്തെങ്കിലുമൊക്കെ കാണാനൊന്നും അങ്ങനെയൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇവിടുന്ന് ഇപ്പോൾ കൊയിലാണ്ടി പോകുമ്പോൾ എന്ത് കാണാനാണ്? എന്തെങ്കിലും കാണാനോ അല്ലെങ്കിൽ പറയാനോ ഉണ്ടെങ്കിൽ ഐ വിൽ ബി ഷൂട്ടിങ് ദാറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇവിടം വരെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. എൻ്റെ വീഡിയോസ് ഇപ്പോൾ 155 അങ്ങനെയൊക്കെ ആൾക്കാർ കാണുന്നുണ്ട്. കാണുന്ന എല്ലാ ആൾക്കാരോടും താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്നെ ഇഷ്ടപ്പെട്ടിട്ട് കാണുകയാണെങ്കിലും താങ്ക് യു സോ മച്ച്. അല്ലെങ്കിൽ എന്താ ഈ വീഡിയോയിലെന്ന് അറിയാൻ വേണ്ടി കാണുകയാണെങ്കിൽ, എന്തിന് കാണുകയാണെങ്കിൽ താങ്ക് യു സോ മച്ച്. 155 ആൾക്കാരോട് ഞാൻ ഓരോ ദിവസവും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സോ ഞാൻ ഇമ്പ്രൂവ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നേരത്തെ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ കൊയിലാണ്ടി എത്തിയിട്ട് ഒരു വിഷ്വൽസും, അതായത് കൊയിലാണ്ടി വരെയുള്ള ജേണിയിൽ ഒരു വിഷ്വൽസും എനിക്ക് കിട്ടിയിട്ടില്ല. സോ ഞാൻ ഗുരുവായൂരിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് അവിടുത്തെ റഷും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. എത്ര പോയാലും എനിക്ക് മതി വരാത്തൊരു അമ്പലമാണ്. എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ഏതൊരു ഇമോഷനാണെങ്കിലും
ഗുരുവായൂർ, അത് മുത്തു ശ്രീമോളാണ് കേട്ടോ പ്രാർത്ഥിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൽ കാണുന്ന ഈ തട്ടായിട്ടുള്ള വിളക്ക് ആരോ കൊടുത്തിട്ടോ അല്ലെങ്കിൽ പുതുതായിട്ട് വെച്ചിട്ടോ ഉള്ളതാണ്. അപ്പോൾ അത്രയും എന്താ പറയുക ആൾക്കാരുണ്ടെങ്കിലും ഇവിടെ എത്തുമ്പോൾ ഒരു പീസ്ഫുൾ, ഒരു ഇന്നർ പീസ് കിട്ടുന്ന പോലെ തോന്നും എത്ര തിരക്കാണെങ്കിലും. സോ ഓരോ തവണ വരുമ്പോഴും അടുത്ത തവണ എത്രയും പെട്ടെന്ന് തന്നെ വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു അമ്പലമാണ് കേട്ടോ ഇത്. അതേപോലെ ഞാൻ എപ്പോഴെങ്കിലും കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഗുരുവായൂരിന്നേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ എന്നൊരു ഡിസിഷൻ ഞാൻ നന്ദനം കണ്ടപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ്സ് ഇറ്റ്.